പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ LSS വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മൾ സിലബസ് ഓറിയൻറ്റഡായ LSS ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ക്ലാസ്സുകളിലെ നോട്ടുകൾ കുറിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് LSS നേടാനാകും. LSS എഴുതുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഞാൻ ആശംസകൾ നേരുന്നു, കൂടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമായിട്ട് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് ചോദിച്ചിട്ടുണ്ട് വൺ വേർഡിൽ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. തുക 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക 5 ലക്ഷം രൂപയാണ്. 2023 ഡോക്ടർ SP വസന്തനാണ് ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ SP വസന്തനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. അപ്പോൾ NS മാധവൻ്റെ കൃതികളും ഒന്ന് നോക്കിയിട്ട് പോകണം. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. ഓക്കെ. വയലാർ അവാർഡ്. വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഒക്ടോബർ 27 നൽകുന്ന ഒരു അവാർഡാണ് വയലാർ അവാർഡ്. ആ ദിവസം ഒന്ന് നോക്കി വയ്ക്കണം. വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. സംഭാവന പുരസ്കാര തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ്. 2023 അത് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ആ കഥയ്ക്കാണ് ലഭിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. 2024 കാട്ടൂർക്കടവ് എഴുതിയ അശോകൻ ചരുവിലിനാണ് ലഭിച്ചത്. വയലാർ അവാർഡ് 2024 ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിൽ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ്. അടുത്തതായി പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ടാഗ് 003 എന്ന വാക്സിൻ എന്തിനെതിരെയാണ്? ഡെങ്കി വൈറസിനെതിരെ. ടാഗ് 003 എന്ന വാക്സിൻ എന്തിനെതിരെ ഉപയോഗിക്കുന്നു? ഡെങ്കി വൈറസ്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുപ്പായ മലയാളി PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റായ മലയാളിയാണ് PT ഉഷ. കേരള സാക്ഷരതാ മിഷൻ്റെ ഇപ്പോഴത്തെ പേര്. കേരള സാക്ഷരതാ മിഷൻ്റെ ഇപ്പോഴത്തെ പേരാണ് ലീപ് കേരള മിഷൻ. ഏതാണ്? ലീപ് കേരള മിഷൻ. കേരള സാക്ഷരതാ മിഷൻ്റെ ഇപ്പോഴത്തെ പേരാണ് ലീപ് കേരള മിഷൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആരുടെ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. ലിബർട്ടി അല്ല, സോറി, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടേതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആധാർ അറിയപ്പെടുന്നത് ബാല ആധാർ എന്നാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ അറിയപ്പെടുന്നത് എന്താണ്? ബാല ആധാർ എന്നാണ്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് നീലയാണ് കേട്ടോ. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. 100ാമത്തെ ഒറ്റസംഖ്യ ഇത്. 100ാമത്തെ ഒറ്റസംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫോർമുലയാണ് 2n - 1. 2 × 100 - 1 199 കിട്ടും. 2 തേങ്ങ കൊടുത്താൽ 9 അടയ്ക്ക് കിട്ടും. എങ്കിൽ 99 അടയ്ക്ക് കിട്ടാൻ എത്ര തേങ്ങ കൊടുക്കണം? 2 തേങ്ങ വീതം കൊടുത്താൽ 9 അടയ്ക്ക് കിട്ടും. എങ്കിൽ 99 അടയ്ക്ക് കിട്ടാൻ എത്ര തേങ്ങ കൊടുക്കണം? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം 99നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആ ആൻസറിനെ എത്ര തേങ്ങയാണെന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ഈസ് 22. രാവിലെ 9:30 സ്കൂളിലെത്തുന്നൊരു അധ്യാപകൻ 4:30 സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ എത്ര സമയം ചിലവഴിക്കുന്നു? 7 മണിക്കൂർ കേട്ടോ. 7 മണിക്കൂർ. 9:30 മുതൽ 10:30 വരെ 1 മണിക്കൂർ. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് 7 മണിക്കൂർ കിട്ടുന്നതാണ്.
2024 JCB പുരസ്കാരം ലഭിച്ചതാണ് ഉപമന്യു ചാറ്റർജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാര തുകയുമാണ് ഈ JCB പുരസ്കാരം. മലയാളിയെ നമുക്ക് ബെന്യാമിൻ ലഭിച്ചിട്ടുണ്ട് 2017 25 ലക്ഷം രൂപയാണിത്. അപ്പോൾ 2024 ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ്. അപ്പം നിങ്ങളത് നോട്ട് ചെയ്യണം കേട്ടോ. ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എല്ലാം നോട്ട് ചെയ്യണം. ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം. ദ പ്ലാന്റ് ദസ് പ്രൊഡ്യൂസസ് ഫ്രൂട്ട്സ് ബട്ട് ഡസൻറ്റ് ഹാവ് സീഡ്സ്. വാഴയാണ്, പ്ലാന്റെയിൻ ട്രീ ആയ വാഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും വൺ വേർഡുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇത് നോട്ട് കുറിക്കുക. നോട്ട് കുറിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതിന് സംബന്ധമായ മറ്റ് ക്വസ്റ്റ്യൻസുകളും പഠിക്കുക. അത് JCB പുരസ്കാരത്തിൻ്റെയും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുകൾ 2023 ഒക്ടോബർ മുതൽ 2024 ഡിസംബർ 2025 ഫെബ്രുവരി വരെയുള്ള ജനുവരി വരെയുള്ള വൺ വേർഡുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കുക. ഓക്കെ, താങ്ക് യു.